നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിമായിട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ മിസ്റ്റർ ബീസ്റ്റിന്റെ ഒരു കിടിലൻ ഗെയിമായിട്ടാണ് ഗൈസ് കളിക്കാൻ വരുന്നത്. മിസ്റ്റർ ബീസ്റ്റിന്റെ എന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ മിസ്റ്റർ ബീസ്റ്റ് അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാവുന്ന ഗൈസാണ് സ്റ്റംബിൾ ഗൈസ്. ഗൈസ് ഇത് ബേസിക്കലി മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ ചലഞ്ചസ് പോലെ ഒരു അഡ്വഞ്ചർ ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ ഇട്ട മെറ്റലിൻ്റെ ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. നമ്മൾ അത് എസ്കേപ്പിംഗ് വീഡിയോ ഉടനെ ഇടും ഗൈസ്. ഇവിടെ എന്തോ ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട്, ഫ്രീ റിവാർഡ്. നമുക്ക് 55 ഡയമണ്ട് കിട്ടി ഗൈസ്. നമുക്ക് ഡയമണ്ട് ഒക്കെ കിട്ടിയാണ് ഞാൻ റിച്ച് ഗൈസ്, പൈസ ഗൈസ്. അപ്പം നമ്മുടെ ക്യാരക്ടറാണ് ഇത്. ഒരു തടിയനെ, ഒരു മൊട്ടത്തലയനാണ് തോന്നുന്നു, തൊപ്പി വെച്ചേക്കണത് ഗൈസ്. ഇവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് കുറച്ച് റയർ, മിത്തിക്, ലെജൻഡറി കണ്ടോ, ഇതിലൊക്കെ പ്ലെയേഴ്സ്, ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അൺലോക്ക് ആവുന്നതാണ്. ഇത് നമുക്ക് ഇനി കളേഴ്സ് എടുത്ത് നോക്കാം. കളറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കളറ് ഇതാണ് കിടക്കുന്ന നോർമൽ കളറ്. ഉഞ്ചോ മോനെ, ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ കിടക്കുന്ന കളർ അതാണ് നോർമൽ കളർ, അതാണ് നല്ലത്. നമുക്കിനി ഇമോട്ട്സും ആനിമേഷൻസും ഉണ്ട്. ആനിമേഷൻസ് ഇതാണ് നമ്മുടെ ആനിമേഷൻസ് ജയിക്കുമ്പോൾ. പക്ഷെ ഇമോട്ട്സ് ഇതൊക്കെയാണ് കിടക്കുന്നത് ഇപ്പം. ഇതൊക്കെയാണ് ഇപ്പൊ ഇമോട്ട്സ് കിടക്കുന്നത്. പിന്നെ ഫുഡ് സ്റ്റെപ്സ്, കുറേ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതാണ് കിടക്കണേ, കുറേ ഉണ്ട്. ഇത് നമുക്ക് കളി തുടങ്ങാം. ഫസ്റ്റ് കളി തുടങ്ങാം. എന്തായിരിക്കും എന്തോ അഡ്വഞ്ചർ കണക്റ്റിംഗ് ആവുകയാണ്. കുറേ ഇത് മൾട്ടി പ്ലെയർ ഗെയിമാണ് ഗൈസ് ബേസിക്കലി. അപ്പം കുറേ പ്ലെയേഴ്സ് വന്നാലേ നമുക്കിത് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വരെയാണ്. എൻ്റെ അടുത്ത് ഇവിടെ നമ്മളെ ഹംദാനും കുട്ടുമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇത്രയും ട്രാക്കുകളുണ്ട്. നമുക്ക് എന്തോ ആണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മോനെ ഗൈസ് അങ്ങനെ തുടങ്ങി. നമ്മളങ്ങനെ ഓടുകയാണ്. പിന്നെ ഓടണണ്ട മറ്റേ ആന അലറി ഓടണ പോലെ ഉണ്ട്. ഇവ ഈ സംഭവത്തിന് ഫ്രണ്ടിൽ നിന്നാൽ മതി ഗൈസ്. അത് നമ്മൾ അടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടോളൂ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എന്നാൽ ഇത് അടിച്ച് അപ്പുറത്തോട്ട് ചാവത്തൊന്നുമില്ല. അതാണ് ഗൈസ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ നിന്നാണ് ഗൈസ് ഈ ബോംബ് സംഭവം വരണം. ഗൈസ് ഈ ബോംബ് നമ്മളെ എടുത്ത് അപ്പുറത്തെ വളയെ കളയുന്നു. എൻ്റെ മോനെ എത്ര പ്ലെയേഴ്സാണ് നമുക്ക് ഗൈസ്. ഇതുപോലത്തെ കുറേ ട്രാക്കുകളുണ്ട് ഗൈസ് ഇതിൽ. അതാണ് ഇതിലെ മെയിൻ പ്രത്യേകത. 16 പേർക്കേ ക്വാളിഫൈ ആവാൻ പറ്റുള്ളൂ ഗൈസ്. ഫസ്റ്റ് റൗണ്ടിൽ 16 പേർക്ക് നമ്മൾ വരികയാണ്. ബോംബ് അയ്യാ, ബോംബ് നമ്മളെ അടിച്ച് വിട്ടാച്ച് നമ്മൾ. എൻ്റെ മോനെ ഗൈസ്, അത് പിന്നെ കാണുന്ന എല്ലാവരും സബ് ലൈക്കൊന്നും അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് പറഞ്ഞപ്പോൾ നമ്മൾ തെറിച്ച് പിന്നെ പോയി. 3 പേരെ ഇതുവരെ ആയിട്ടുള്ളൂ. അയ്യോ, ഇവനോടൊക്കെ ആരും സ്ലൈഡ് ചെയ്യാൻ പറഞ്ഞു. ചോടി പൊടിഞ്ഞു ഗൈസ് എല്ലാം. എൻ്റെ അല്ലാത്തതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല അല്ലേ ഗൈസ്. ഓ ഗൈസ്, ശിവാജി തന്നെ നമ്മളെ കയറ്റി. നമ്മളാണ് 7ാമത്തെ ആൾ, ജയിച്ചിരിക്കുന്നു, ക്വാളിഫൈഡ്. നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടേ ഉള്ളു ഗൈസ്. പക്ഷെ നമുക്ക് വേറെ ആൾക്കാർ കളിക്കുന്ന നോക്കാൻ പറ്റും. ഇതെന്തോ ഒരു ഫയർഫോഴ്സുകാരൻ, അവ ഫയർഫോഴ്സിന് പോകാതെ ഇവിടെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വൃത്തിയായിട്ട്. യവനെ അടുത്തെത്തിയാലും ഇങ്ങനെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കും ഗൈസ്. കണ്ടാ, അടുത്തെത്തിയവൻ ഇപ്പൊ പുറകെ പോയി. ചാടിക്കോ, ചാടി ഗൈസ്. വട്ടാണ് ഗൈസ്. ശവൻ ക്വാളിഫൈഡ് ആയി ഗൈസ്. ഇത് തലയിൽ പൂച്ചയുള്ളൊരുത്തി പാവം എലിമിനേറ്റ് ആയിപ്പോയി ഗൈസ്. 16 പേര് കയറി ഗൈസ്. അതിന് റൗണ്ട് ഓവറായി. ഓ ഗൈസ്, എല്ലാവരും താഴോട്ട് പൊക്കോണ്ടിരിക്കുന്നു, തോറ്റവരെല്ലാവരും. പാവങ്ങൾ ഗൈസ്. നമ്മൾ മാത്രം ലെഫ്റ്റ് സൈഡിൽ അങ്ങ് അറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. സിംഗിൾ പസിംഗ ഇവിടെ നിന്ന് ചിരിക്കുന്നു ഗൈസ് കുറച്ച് പേരെ ഗൈസ്. അപ്പം നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അടുത്ത് നമുക്ക് എന്തോ ഒരു കിടിലമെന്ന് പറയാൻ പറ്റാത്തൊരു ട്രിക്സ് ആണ് കിട്ടുന്നത് ഗൈസ്. നമ്മൾ ഈ കളിയൊക്കെ നടക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ നടക്കുന്ന ആകാശത്താണ് ഗൈസ്. നമ്മുടെ ഹമ്പിൾ കുട്ടൻ ചാടിപ്പോയി, താഴെയും പോയി ഗൈസ്. അപ്പം നമ്മളിവിടെ ചാടി സ്റ്റെപ്പ് വഴി കയറാനുള്ളതാണ്. ഞാൻ കുറച്ച് മുട കാണിച്ചു ഗൈസ്. നമ്മളെ കൂടെ എല്ലാവരും റേസ് ആണ് ഗൈസ്. ഇതിൽ 8 പേരെ ക്വാളിഫൈ ആവുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പാടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഗൈസ്.
അപ്പോൾ നമ്മളെ ഇത് കയറിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയായാലും ഓടി കയറുകയാണ്. ചാടിക്കോ. ഈ സംഭവം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അയ്യോ ഞാനിപ്പോ ചത്തേ. തന്നെ ചെന്ന് സ്ലൈഡ് ചെയ്യാണ് ഗൈസ്. ഇവന് കൂടെ സ്ലൈഡ് ചെയ്യാൻ തോന്നുന്നു. ഗൈസ് ഇങ്ങനെ കൂടെ സ്ലൈഡ് ചെയ്യാൻ തോന്നുന്നതല്ലേ ഒരു മര്യാദ അല്ലേ? എന്തോ മോനെ സീന്. അയ്യോ ഞാൻ വിചാരിച്ച് പോയെന്ന് ഗൈസ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ചാടാൻ പറ്റിയില്ല ഗൈസ്. നമ്മളങ്ങനെ ചാടി. എൻ്റെ മോനെ പക്ഷെ അതിൽ തന്നെ സീസൺ ചാടി ഗൈസ്. നമ്മളങ്ങനെ എത്തിയൊക്കെയാണ്. ഈ അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങോട്ട് ഇതിലോട്ട് ചാടി കയറാമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് അതിബുദ്ധി കാണിച്ചതാണ് എൻ്റെ അതിബുദ്ധിയുടെ കുഴപ്പം. നമ്മൾ ചാടി കയറുകയാണ് ഗൈസ്. നമുക്ക് ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്താണ് ഗൈസ്. നമ്മൾ ചാടിക്കോ. അയ്യോ ഗൈസ് ഓ ഇല്ല, അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റത്തില്ല. 5 6 7 പേരാണ് ഗൈസ്. 7 പേരാണ്. എനിക്കിനി പോയിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. ആ ഒരുത്തന്തോ അവിടെ എത്തി. ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. അവൻ അവിടെ എത്തി. ഇപ്പൊ അവൻ കയറുന്നത് കൂടി കളിത്തീരുന്നു ഗൈസ്. തീർന്നു. നമ്മളൊക്കെ താഴോട്ടും പോയി പക്ഷെ എലിമിനേറ്റ് ആയി ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആവുന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് എന്നെ പിടിച്ച് തറയിട്ട് ഗൈസ്. പക്ഷെ ഇതുകൊണ്ടോ ഓരോ ക്യാരക്ടേഴ്സിന്റെ പടം. ഒരുത്ത മെസ്സിയുടെ ജേഴ്സി ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോ ഇവിടെ നിന്ന് ലീവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ട് പോവാം ഗൈസ്. നമുക്ക് റിവാർഡൊക്കെ കിട്ടി. പിന്നെ അല്ല, നമ്മളാരാ? നമ്മൾ മനുഷ്യരാ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ ഇരുന്ന് അടുത്ത ഇതിലോട്ട് പോയിട്ടിരിക്കുകയാണ്. ഇത്ര ഇതാണെന്ന് നോക്കിയാണ്. ഇതിൽ വല്ല പാടും കിട്ടിയാൽ ഞാൻ ചത്ത്. ഏതാണ് എന്തോ ഇത്തവണ കിട്ടുന്നത് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ നേരത്തെ വന്ന അത് തന്നെ പിന്നെയും കിട്ടി ഗൈസ്. പക്ഷെ ഇതിലെ മോളിൽ നിന്ന് അത് പോയിട്ടുണ്ട്. ഇതാണോ നേരത്തെ കിട്ടിയെന്ന് എനിക്ക് സംശയം. അല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. യവന നമ്മളിങ്ങനെ നിന്നാ മതി ഗൈസ്. നമ്മൾ അടിച്ചപ്പുറത്തെ വെള്ളം ഇട്ടോളൂ. കണ്ടോ ഗൈസ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ അടിച്ചപ്പുറത്ത്. I am running. Professional player running. Don't get bombs to me. എല്ലാരും തെറിക്കണണ്ട ഭയങ്കര ക്രൂരത ചെയ്യുന്ന പോലെ തോന്നുന്നു. നമ്മളങ്ങനെ വരികയാണ്. യെസ് ഗൈസ്, നമ്മൾ ഓടി എവിടെയോ എത്തി. ഈ ബോംബിന്റെ ഫ്രണ്ടിലൊന്നും ചാടി കൊടുക്കണ്ട. നമ്മളെങ്ങനെ കയറി. അയ്യോ ഞാൻ ചത്തുന്നു. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. കമ്മിങ് ഗൈസ്. അപ്പം നമ്മള് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ എത്തി. ഈ സംഭവം നമ്മൾ അടിച്ചു. ഓ എൻ്റെ മോനെ, ഇങ്ങനെയൊന്നും കാണിക്കല്ലെന്ന് പറയണം ഗൈസ് ഇവരൂടെ. നമുക്ക് ഇതിൻ്റെ ഇവിടെ ചെന്നിരിക്കാം. ഇവര് തന്നെ നമ്മളെ ഇവിടോട്ട് കൊണ്ടിട്ടോളും. നമ്മളാണ് ജമ്പിങ് ചാമ്പ്യൻസ്. നമ്മളങ്ങനെ ജയിച്ചിരിക്കുന്നു. ക്വാളിഫൈഡ് ആയിരിക്കുന്നു ഗൈസ്. നമ്മളങ്ങനെ ക്വാളിഫൈഡ് ആയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ജലദോഷം പിടിച്ചു ഗൈസ്. അപ്പൊ നമ്മള് ക്വാളിഫൈഡ് ആയി. എൻ്റെ മോനെ ഗൈസ്, എല്ലാ പ്ലെയേഴ്സും താഴെ പോയി. അപ്പൊ അടുത്തൊരു പ്ലെയറിനെ കാണിക്കുന്നു. ഇത് തീരാൻ ഇനി വെറും 4 പീപ്പിൾ കൂടെ കയറിയാൽ മതി. എന്നാലും നമ്മൾ കയറുകയാണ്. നമ്മൾ സേഫായി. അങ്ങനെയൊന്നും പറയണ്ടല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾ കുറച്ച് ഗെയിമിന്റെ പേരുകൾ കമന്റ് ചെയ്യുക ഗൈസ്. എന്നാലും എനിക്കത് കളിക്കാൻ പറ്റുള്ളൂ. ആരും പ്രത്യേകിച്ച് കമന്റ് ഒന്നും ചെയ്യണില്ല ഗൈസ്. നമ്മൾ ഇപ്പോഴും ഒറ്റയ്ക്കാവാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു അപ്പൂപ്പ നമ്മളെടുത്തോണ്ട് ഗൈസ്. അപ്പൊ അടുത്തത് മറ്റത് തന്നെ കിട്ടിയാൽ ഞാൻ കൊല്ലും ഞാനോ. അടുത്തത് വേറെ ഏതെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു ഗൈസ്. അടുത്ത ഏതാണോ എന്തോ ഗൈസ് കിട്ടുന്നത്. പക്ഷെ വേറെ ഏതോ കിട്ടി ഗൈസ്. ഇതെന്തോന്ന്? ഓ ഗൈസ്, ഇത് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമ്മൾ ആദ്യമേ നിരങ്ങി അടിച്ചൊക്കെയാണ് ഗൈസ് പോണത് കേട്ടോ. ഒന്നിലും കൊള്ളാതെ നമ്മൾ പോയി. ഓൻ്റെ മോനെ, ഒന്നിലും പോലും തട്ടിയില്ല. മിക്കവാറും ഇപ്പൊ നമ്മളിവിടെ പടമാവും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇവൻ തെറിച്ചു പോകുമ്പോ ഇവ ഇങ്ങനെ ഞാൻ തെറിച്ചു പോയെന്ന് പറഞ്ഞാൽ ഇവൻ തെറിച്ചു പോകണം ഗൈസ്. കണ്ടാ എന്ന് പറഞ്ഞ കയ്യും പൊക്കിക്കൊണ്ട് ഇപ്പൊ നോക്കിക്കോളെ. അത് വേണ്ടായിരുന്നു ഗൈസ്. തലേക്ക് ചതഞ്ഞു പാവം. ചടിക്കോ. ഓ ഗൈസ്, നമ്മള് ഒരു നിരങ്ങളൊക്കെ അങ്ങ് നിരങ്ങി. ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ നിരങ്ങി പണി. ഓമേ, നമ്മളങ്ങ് തെറിപ്പിച്ചു ഗൈസ്. പക്ഷെ ഇത്തവണ നമ്മൾ വിട്ടുകൊടുത്തില്ല. ഇവൻ എന്തിനാണ് എനിക്ക് അടുത്തിരുന്ന് ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ പ്ലെയർ ആണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഗൈസ്. നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞു കൊടുക്കൂ. അതുകൊണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക. ഇവിടെ പ്രോ ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്.
ഞങ്ങളിപ്പോ ചാവുന്നാണ് ഗൈസ് തോന്നുന്നത്. ഒരാളെ ആയിട്ടുള്ളൂ. നമുക്ക് സെക്കൻഡ് അടിക്കാം ഗൈസ്. ഗൈസ് ഇതേ ഒരു ഗോത്ര തലവി വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഗോത്ര തലവി സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മൾ വേറെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഒരു മുട കൂടുതലാണ്. മനഃപൂർവ്വം എടുത്ത് ചാടി കൊടുക്കുന്നു മുടയൻ. ഇതേതൊരു കള്ളന്റെ കോസ്റ്റ്യൂം ഇട്ട് വന്ന മുടക്കാര്. എന്തോ കുഴപ്പമാണ് ഗൈസ് ഇവന് മഹാപെശകാണ് ഇവൻ. ചുമ്മാ ഒന്ന് ചാടി കൊടുത്തു പറന്ന് നിൽക്കണം. എന്തോ പറ്റിയേ? റൗണ്ട് ഓവർ ഗൈസ്. അതങ്ങനെ 8 പേരായില്ല, വെറും 5 പേരേ ആയിട്ടുള്ളൂ. 5 പേർ റിമൈനിങ് ഗൈസ്. ഇതിലാര് ഫസ്റ്റ് അടിക്കും? ഇനി ഒരു റൗണ്ട് കൂടെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. ഇനി എനിക്കറിയത്തില്ല. ഒരു സ്റ്റംബിൾ കോവ. ഇത് ഏതോ ഒരു തടി കഷ്ണ സ്ഥലമാണ്. ഇത് നമ്മൾ തുടങ്ങുമ്പോഴേ ചാടി തുടങ്ങി നമ്മളിങ്ങനെ നിരങ്ങി പോകും ഗൈസ്. നമ്മളിങ്ങനെ ചാടി, പിന്നെ അവിടെ ഒന്നും ചാടി, പിന്നെ അവിടെ ഒന്നും ചാടി. ഇനി ഇവിടെ ചാടാൻ പോയപ്പോ പൊങ്ങി. ആർക്കും ബുദ്ധിയില്ല ഗൈസ്. ആരും അപ്പുറത്തൂടെ പോണില്ല. ചാടി. ഗൈസ് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനാണ് ഗൈസ് ചാടിയത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരാളെ ഇതിൽ ക്വാളിഫൈ ആകത്തുള്ളൂ. ആ പെണ്ണ് പോകണണ്ട റോക്കറ്റ് വെച്ച് മിസൈൽ വിട്ട പോലെ ഇരിക്കും. കുഴപ്പമില്ല ഗൈസ്, നമ്മളും ആ പെണ്ണിന്റെ കൂടെ ഉണ്ട്. ചാടിച്ചത്തു നമ്മൾ മോളിലെത്തി ആ പെണ്ണിന്റെ കൂടെ. അയ്യോ, ചാടാൻ മാത്രമേ കഴിവുള്ളൂ ഗൈസ്, കേറാൻ കഴിവില്ല. കഴിവുണ്ട് കേറാൻ, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ അടുത്തെത്തി ജയിക്കാൻ. ഇത് ഇവരിങ്ങനെയാണ് ഗൈസ്. അടുത്തെത്തുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് താഴെ പിടിച്ചിടും. അതിന് അത്രയും പ്രൊഫഷണൽ ആയാലേ നമുക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിൽ അയ്യോ, അതൊരു വേണ്ടാതീനമാണ് ഗൈസ് കാണിച്ചത്. പക്ഷെ ഒരാളെ ക്വാളിഫൈ ആവുള്ളൂ. ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ എന്തോ? ഈശ്വര, എന്തോ പറ്റുമോ എന്തോ. ഗൈസ് നമ്മൾ അങ്ങനെ ഫൈനൽ വരെ എത്തിയിട്ട് എലിമിനേറ്റ്. കുഴപ്പമില്ല ഗൈസ്, ഫൈനൽ വരെ എത്തുന്ന ഒരു കാര്യമാണ് ഗൈസ്. ഈ പെണ്ണാണ് ജയിച്ചത്. നേരത്തെ നമ്മുടെ ഫസ്റ്റ് അടിച്ച കൊത്തു പൊറോട്ടയാ സീന്റെ പേര് ഗൈസ്. കൊത്തു പൊറോട്ട ഹാസ് വോൺ ദ ഗെയിം. കൊത്തു പൊറോട്ട കടയിൽ ഇരിക്കേണ്ട കൊത്തു പറയട്ടെ ഇവിടെ വന്ന് ഗെയിം കളിക്കുകയാണ് ഗൈസ്. എല്ലാവരും ചിരിക്കുന്നു ഗൈസ്. എന്തിനാണെന്നോ നമ്മളെ റിവാർഡ് കിട്ടി. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് വേറൊരു ആളെ അൺലോക്കായി. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു പറ്റേ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെ അവനെ കിട്ടി. കുഴപ്പമില്ല ഗൈസ്, കുറച്ച് കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്ക് വേറെ എന്തെങ്കിലും അൺലോക്ക് ആക്കാൻ പറ്റുമോ എന്തോ ഗൈസ്. തന്റെ മറ്റേ കള്ളനെ പോലെ ഇരിക്കുന്നവനെ കണ്ട് ഗൈസ്. ഇവനെ ഇത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ? ഗൈസ് അപ്പൊ ഈ വീഡിയോ എത്ര ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, സബ് ചെയ്യാം. ഇപ്പോഴത്തെ കിടിലം ഗെയിമിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ കമന്റും കൂടെ ചെയ്യാം ഗെയിമിന്റെ പേര്. അതുവരെ ബൈ.